the Lorentz series expansion of z square minus 1 by z square minus 5z plus 6 about z is equal to 0 in the region 2 less than mod z less than 3. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ആദ്യത്തെ പ്രോബ്ലം ചെയ്ത അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ എഫ് ഇസഡ് ഇസ് ഈക്വൽ ടു z സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 5z പ്ലസ് 6നെ ലോറൻസ് സീരീസ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എബൌട്ട് ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. അതായത് നമ്മൾ പറഞ്ഞു ഇസഡ് ഈക്വൽ ടു ഇസഡ് 0 ആണെങ്കിൽ ഇസഡ് മൈനസ് ഇസഡ് 0യുടെ പവറിലാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇസഡ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇസഡ് മൈനസ് 0യുടെ പവറിൽ, അതായത് ഇസഡിൻ്റെ പോസിറ്റീവ് ആൻഡ് ഇസഡ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ ഇസഡിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സിൽ ഈ ഫംഗ്ഷനെ എക്സ്പാൻഡ് ചെയ്യണം. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യേണ്ടത് ഈ ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാവുന്നതാണ്. ഈ ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്തതിന് ശേഷം ഓരോ ലീനിയർ ഫാക്ടേഴ്സിനെയും എക്സ്പാൻഡ് ചെയ്യണം. അതിനു മുമ്പ് ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിലെ ടേമിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 2 ആണ്. ഡിനോമിനേറ്ററിലെ ടേമിൻ്റെ ഡിഗ്രിയും 2 ആണ്. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാളും 1 ലെസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്പെഷ്യൽ കേസിൽ വരുന്നൊരു പ്രോബ്ലമാണിത്. അതുകൊണ്ട് നമുക്കിവിടെ അതിനു മുമ്പ് ആദ്യം ഈ ഡിവിഷൻ ചെയ്തതിന് ശേഷം മാത്രമേ ഡിഗ്രി 1 ലെസ് ആക്കിയതിന് ശേഷം മാത്രമേ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നിങ്ങൾ പണ്ട് ലോങ് ഡിവിഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഇസഡ് സ്ക്വയർ മൈനസ് 1നെ ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് ഇസഡ് സ്ക്വയറിൽ 1 ടൈമാണ് പോവുക. അപ്പോൾ 1 ഇൻറ്റു ഇസഡ് സ്ക്വയർ സാധാരണ ഡിവിഷൻ ചെയ്യുന്ന പോലെ തന്നെ 1 മൈനസ് 5z 1 ഇൻറ്റു 6. ഇനി നമുക്ക് ടേംസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. ഇസഡ് സ്ക്വയറിൽ നിന്ന് ഇസഡ് സ്ക്വയർ ആകുമ്പോൾ 0, മൈനസ് 1ൽ നിന്ന് 6 അല്ലേ പോകണ്ടേ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് 5z ഇസഡിൻ്റെ ടേം ഇല്ല. അപ്പോൾ മൈനസ് 5z ഇറക്കി എഴുതുക. പിന്നെ മൈനസ് 1ഉം 6ഉം തമ്മിൽ കുറയ്ക്കുമ്പം മൈനസ് 7 എന്ന് വരും. ഇനി നമുക്ക് ഫംഗ്ഷന് എങ്ങനെ എഴുതാം? നമുക്ക് കിട്ടിയിരിക്കുന്ന കോഷ്യൻ്റ് പ്ലസ് നമ്മുടെ റിമൈൻഡർ മൈനസ് 5z മൈനസ് 7 ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 ആണ്. ഇപ്പോൾ നമ്മുടെ ന്യൂമറേറ്ററിൻ്റെ ഡിഗ്രി ഡിനോമിനേറ്ററിൻ്റെ ഡിഗ്രിയേക്കാളും 1 കുറഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ ഇനി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. വേറൊരു ചെറിയൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിന്ന് മൈനസ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ 5z പ്ലസ് 7 എന്ന് വരും. ഈ സെക്കൻഡിൽ കാണുന്ന ഈ സെക്കൻഡ് ടേമിനെ നമുക്കിനി പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് a ബൈ 1 കൊണ്ട് ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6ൻ്റെ ഫാക്ടേഴ്സ് നിങ്ങളത് ചെയ്തിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമല്ലോ. ഫാക്ടറൈസ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുക, റൂട്ട്സ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ -5 സമ്മും പ്രൊഡക്റ്റ് 6ഉം കിട്ടുന്ന നമ്പേഴ്സ്. അപ്പോൾ ഇസഡ് മൈനസ് 3 ഇൻറ്റു ഇസഡ് മൈനസ് 2 ചെയ്താൽ നമുക്ക് ഇസഡ് സ്ക്വയർ മൈനസ് 5z പ്ലസ് 6 കിട്ടും. ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാം. 1 മൈനസ് a ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 3 പ്ലസ് b ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2. ഇനി എയും ബിയും കണ്ടുപിടിക്കാൻ മുമ്പ് ചെയ്ത പോലെ ഷോർട്ട് കട്ട് മെത്തേഡ് ഉപയോഗിക്കാം. ഇൻ ഓർഡർ ടു ഫൈൻഡ് എ ഇസഡിന് 3 എന്ന് കൊടുക്കുക. ഇസഡിന് 3 എന്ന് നമ്മൾ എവിടെയാണ് കൊടുക്കേണ്ടത്? ഈ ഫംഗ്ഷനകത്താണ് കൊടുക്കേണ്ടത്. ഈ ഫംഗ്ഷനിൽ ഇസഡിന് 3 എന്ന് കൊടുക്കുമ്പോൾ ഈ എക്സെപ്റ്റ് ദിസ് ടേം 0 ആയി പോകുന്ന ടേം ഒഴിച്ച് ബാക്കിയുള്ളിടത്ത് ഇസഡിന് 3 കൊടുക്കുക. 5 ഇൻറ്റു 3 പ്ലസ് 7 ഡിവൈഡഡ് ബൈ ഇസഡിന് 3 കൊടുക്കുക. 3 മൈനസ് 2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും? 15 പ്ലസ് 7 ഡിവൈഡഡ് ബൈ 1 വരും. 15 പ്ലസ് 7 22 ഡിവൈഡഡ് ബൈ 1, അതായത് 22 എന്ന് കിട്ടും. അതുപോലെ ബി കണ്ടുപിടിക്കാൻ അതിൻ്റെ ഡിനോമിനേറ്ററിലുള്ള ഇസഡ് ഇസിക്കൽ ടു 2 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബി കിട്ടും. അതിവിടെ കൊടുക്കുമ്പോൾ ഇസഡ് ഇസിക്കൽ 2ൽ കൊടുക്കണ്ട, ബാക്കി ടേമിൽ കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 2 പ്ലസ് 7 ഡിവൈഡഡ് ബൈ 2 മൈനസ് 3 എന്ന് വരും. അപ്പോൾ 10 പ്ലസ് 7 ഡിവൈഡഡ് ബൈ മൈനസ് 1, അതായത് മൈനസ് 17 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ എയും ബിയും കിട്ടി. ഇനി നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് a is 22 by z minus 3, b is minus 17 divided by z minus 2. ഇങ്ങനെയാണ് നമ്മളിതിനെ ഇസഡിൻ്റെ പവറിൽ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. ഇസഡിൻ്റെ പവറിൽ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ ഒരു ടേമിനെ ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ടേം 1 ആക്കണം. അതിനുവേണ്ടി ഇസഡോ 3യോ ഔട്ട്സൈഡ് എടുക്കാം.
അപ്പോൾ ഏതാണ് ഔട്ട് സൈഡ് എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ നോക്കുക. നമ്മുടെ റീജിയൻ തന്നിരിക്കുന്നത് 2 (3 എന്നാണ്. ഇവിടെ ലെസ് ദാൻ വരുന്നത് ഏതാണ്? 2 (z) അല്ലേ. അപ്പോൾ 2/z ആണ് നമുക്ക് <1 വരുന്നത്, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് 2/z. z ഡിനോമിനേറ്ററിൽ വരുമ്പോഴാണ് <1 വരുന്നത്. അതുപോലെ ഈ അടുത്ത രണ്ട് ടേംസ് നോക്കുകയാണെങ്കിൽ z/3 <1 വരും അല്ലേ. ഇസഡിനെ 3 കൊണ്ട് ഡിവൈഡ് 3 നോമറേറ്ററിൽ വരുമ്പോഴാണ് <1 വരുന്നത്. അതായത് ഈ മൊത്തത്തിലുള്ള ഈ റീജിയനെ 2 പാർട്ടായിട്ട് തിരിച്ചിട്ട് ആദ്യത്തെ പാർട്ടിൽ നിന്നും 2/z <1 എന്നും രണ്ടാമത്തെ പാർട്ടിൽ നിന്നും z/3 <1 കിട്ടി. അതായത് ഒരു ടേം 2/z എന്നും അടുത്ത ടേം z/3 എന്നും ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 22 ഇവിടെ z ഉം 3 ആണ്. അപ്പോൾ അവിടെ നമുക്ക് z/3 ആണ് ആക്കേണ്ടത് അല്ലേ. നമുക്കിവിടെ കണ്ടുപിടിച്ചു z/3 ആണ് <1. അപ്പോൾ നമുക്കവിടെ z/3 എന്നാക്കണമെങ്കിൽ -3 ആണ് ഔട്ട് സൈഡ് എടുക്കേണ്ടത്. അപ്പോൾ -3 ഔട്ട് സൈഡ് എടുത്താൽ -3യുടെ സ്ഥാനത്ത് 1, ഇസഡിൻ്റെ സ്ഥാനത്ത് z/3. ഈ മൈനസ് പുറത്തെടുത്തേക്കുന്നതുകൊണ്ട് ഇസഡിൻ്റെ അവിടെ ഒരു മൈനസ് വരും, z/3. അപ്പോൾ z/3യുടെ ടേംസിലായി. പിന്നെ ഈ സെക്കൻഡ് ടേം വരുമ്പോൾ z-2 ആണല്ലോ. z-2 2/z എന്ന് വരണമെങ്കിൽ നമ്മൾ ഏത് പുറത്തെടുക്കണം? z ഡിനോമിനേറ്റർ വരണമെങ്കിൽ z ഔട്ട് സൈഡ് എടുക്കണം. അപ്പോൾ z × 1 - 2/z എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ടേമിനെയും നമ്മൾ ഒരെണ്ണത്തിന് 2/z എന്നും അടുത്ത ടേമിന് z/3 എന്നുള്ള രീതിയിലേക്ക് റീജിയൻ സ്പെസിഫിക് ആയിട്ട് മാറ്റി. ഇനി നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ആവും. 22 / -3. ഈ 1 - z/3നെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. അടുത്തത് -17/z 1 - 2/zനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. ഇനി നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ച് ഇത് -22/3 ആവും. ഇതിൻ്റെ എക്സ്പാൻഷൻ എന്താ വരുന്നത്? 1 - z⁻⁻1 1 + z + z² ആ ഫോമിൽ എഴുതുമ്പോൾ 1 + z/3 + z/3² എക്സെട്ര എന്ന് വരും. അതേപോലെ അടുത്ത ടേം എടുക്കുമ്പോൾ -17/2 1 + 2/z + 2/z² എക്സെട്ര എന്ന് വരും. ഇത്രയും മതി. ഇനി സിംപ്ലിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് എല്ലാ ടേമും ഇസഡിൻ്റെയോ 1/zൻ്റെയോ പവേഴ്സിലായിട്ട് എക്സ്പ്രസ് ചെയ്തു. അപ്പോൾ ഇതാണ് ലോറൻസ് സീരീസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റീജിയൻ സ്പെസിഫിക് ആയിട്ടും നമുക്ക് തന്നിരിക്കുന്ന z0 ഏതാണെന്ന് നോക്കിയിട്ടും വേണം ഫംഗ്ഷനെ ലോറൻസ് സീരീസായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ. z0 0 ആയതുകൊണ്ടാണ് ഇവിടെ ഇസഡിൻ്റെ പവറിൽ എക്സ്പാൻഡ് ചെയ്തത്. z0 1 or 2 ആണെങ്കിൽ അതിനനുസരിച്ച് z - z0യുടെ പവറിൽ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ അതിൽ എല്ലാ കേസിലും തന്നെ അധികം കേസിലും തന്നെ ഡിനോമിനേറ്ററിനെ നമ്മൾ ലീനിയർ ഫാക്ടറൈസ് ചെയ്തതിന് ശേഷം ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ടി വരും. ഈ ഒരു പ്രോബ്ലത്തിൽ സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അല്ലാത്ത കേസിൽ ഡിവൈഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നേരെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കും.